നമസ്കാരം ചേട്ടാ. ചേട്ടന്റെ പോക്കറ്റിൽ വല്ല ചില്ലറ പൈസ ഉണ്ടോ? പോടാ. താ ചേട്ടാ, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഹെഡല്ലേ? നീയാണ് അച്ഛൻ കുഞ്ഞ്? ഞാൻ തന്നെ. ഏതാ നിന്റെ സബ്ജക്ട്? എവിടെന്നാ നിന്റെ മലയിറക്കം? അപ്പന്റെ പേര് പറഞ്ഞ അറിയും. നീയല്ല, നിന്റെ അച്ഛൻ ചെമ്പരന്തു ഭാസ്കരൻ. വർഷങ്ങൾക്ക് മുമ്പ് കോറി പിടിച്ചതിന് നിന്റെ അച്ഛൻ തല്ലി ചതച്ച് പറഞ്ഞയച്ച ആൻഡോ. ആ ആൻഡോന്റെ മോനാ ഞാൻ. അപ്പൊ അതാണ് കേസ്. അപ്പന്റെ തോൽവിക്ക് പകരം ചോദിക്കാൻ വന്ന പൂവാലനാ നീ. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുത്ത ശീലം എനിക്കുള്ളൂ. ഇവിടെ ഞാനത് ചെയ്യും. എന്താ നീ പറഞ്ഞ? നേരെയാണ് വെളച്ചിലെടുത്ത പൊട്ടിക്കുന്ന. പൊട്ടിക്കണ പന്നട മോനെ. എന്റെ അച്ഛൻ ചെമ്പരന്ത് ഭാസ്കരന് ജയിക്കാൻ നിന്റെ അപ്പൻ ആൻഡോക്ക് കഴിഞ്ഞിട്ടില്ല. ആ തന്തയ്ക്ക് പറഞ്ഞു പോനാ ഞാൻ. അച്ഛൻ കുഞ്ഞച്ചോ, വാശിയും വൈരായും കൊണ്ട് നടന്നാൽ ഇതുപോലെ വീണ് കിടക്കും പല നാട്ടിലും പലരുടെ മുമ്പിലും. ക്വാറി ലേലത്തിൽ പിടിച്ചിട്ട് നടത്തിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇട്ടേച്ച് പോകുന്ന ആദ്യത്തെ ആളൊന്നും അല്ല അച്ഛൻ കുഞ്ഞ്. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഇതിന് ഭാസിക്കെതിരെ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം. എന്താ പ്രതിപക്ഷ നേതാവ് സഹാവ് വാസുദേവന് ജലദോഷം പിടിച്ചോ? ഭാസിക്കെതിരെ ഒരു ജനകീയ മുന്നേറ്റം പറയാൻ കൊള്ളാം, കേൾക്കാനും രസമുണ്ട്. പക്ഷെ അവനെതിരെ കൊടി പിടിക്കാൻ ആരെങ്കിലും ഒരാളെ കിട്ടുമെന്ന് പ്രസിഡന്റിന് തോന്നുന്നുണ്ടോ? കാര്യം കപ്പം പിരിക്കുന്നുണ്ടെങ്കിലും അവൻ ഈ നാട്ടിലെ പലരുടെയും ഹീറോയാ, നേതാവാ. പിന്നെ കോറി പിടിക്കാൻ വരുന്നവരോട് ഭാസി കപ്പം പിരിക്കുന്ന കാര്യം അത് അവന്റെ അച്ഛൻ ഭാസ്കരന്റെ കാലം മുതൽ തുടങ്ങി വെച്ച ഏർപ്പാടല്ലേ അത്.
പാരമ്പര്യമായി നടക്കുന്ന ഒരു കാര്യം മുടക്കം വരാതെ ഭയഭക്തി ബഹുമാനത്തോടെ തുടരുന്നതിൽ എന്താ ഇത്ര തെറ്റ്? ആ കോറിയും എന്തിന് ഈ പഞ്ചായത്ത് ഓഫീസിരിക്കുന്ന ഈ സ്ഥലം പോലും അവന്റെ കുടുംബക്കാരുടേതായിരുന്നില്ലേ ഒരു കാലത്ത്? അപ്പോ അവന്റെ സകല തോന്നിയാസങ്ങൾക്കും കീജയ് വിളിക്കണം എന്നാണോ നേതാവ് പറയുന്നത്? തോന്നിവാസോ? എന്ത് തോന്നിവാസമോ ഭാസി കാണിച്ചേ? ഭാസി കപ്പം പിരിക്കുന്നു, നിങ്ങൾ കൈക്കൂലി വാങ്ങിക്കുന്നു. ഇതിൽ ഏതാ ശരി, ഏതാ തെറ്റ്? ആരോപണം പ്രതിപക്ഷ നേതാവ് പിൻവലിക്കണം. അതങ്ങ് കോത്താഴ്ത്തിയെന്ന് പറഞ്ഞാ മതി. പിൻവലിക്കുന്ന മതി, പ്രശ്നമില്ല. മതി. ഈ പഞ്ചായത്ത് ഒരിക്കൽ നന്നാവില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. നിങ്ങളെ പോലെ നട്ടല്ലാത്തവന്മാരാണ് ഈ പഞ്ചായത്തിന്റെ ശാപം. പാടോ. ഭാസിയെ നിലയ്ക്ക് നിർത്തണമെന്ന് ഈ പ്രസിഡന്റിന് പറയാം. ഭാസിയെ പഠിപ്പിച്ച മാഷായതുകൊണ്ട് ഭാസി പ്രസിഡന്റിനെ ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയാണോ? തല്ലി പതപ്പിച്ചോളയില്ലേ? അച്ഛൻ എന്താ ഇത്ര നിർബന്ധം ഈ പഞ്ചായത്ത് നന്നാവണമെന്ന്? ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. പ്രസിഡന്റ്. ഈ നാട്ടിൽ കുടിവെള്ളം കിട്ടാനില്ല, നല്ല റോഡില്ല, പിന്നെ പഠിക്കാൻ നല്ല സ്കൂളില്ല, കറണ്ട് ഇല്ല, ജോലി സാധ്യതയില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനേക്കാൾ ഒക്കെ വലിയ കുഴപ്പമായിട്ട് ഭാസിയെ കാണുന്നുണ്ടല്ലോ അച്ഛൻ. കഷ്ടം. കണക്കും തെറ്റി. നിങ്ങൾ രാഷ്ട്രീയക്കാരിങ്ങനെ ഏത് നേരവും ഭാസി ഭാസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരും വെള്ളവും വെളിച്ചൊന്നും ചോദിക്കില്ലല്ലോ അല്ലേ? മിണ്ടരുത് നീ നോക്കിക്കോ. അധികം കാലം അവനിങ്ങനെ ഞെളിയാൻ പോകുന്നില്ല. അവനെ നന്നാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ചിരിക്കണ്ട. നാളെ പുതിയ SI ചാർജ് എടുക്കുന്ന ദിവസമാ. നാളത്തോടെ തുടങ്ങും അവന്റെ കഷ്ടകാലം. നീയാണോടാ ചങ്കൂറ്റം ഭാസി? അല്ല സാർ. നീയാണോടാ ചങ്കൂറ്റം ഭാസി? ചങ്കൂറ്റം ഭാസി എവിടാ? തലക്കെട്ടടിക്കടാ. എവിടാ ചങ്കൂറ്റം ഭാസി? എനിക്കറിയില്ല. എവിടാ ചങ്കൂറ്റം ഭാസി? ഞാൻ കണ്ടില്ല സാർ. എവിടെയാണോ ചങ്കുറ്റം ഭാസി? ഞാൻ കണ്ടില്ല സാർ, എനിക്കറിയില്ല. ഓഹോ, ഒത്തുകളിയായിരിക്കും അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 25 മണിക്കൂറിനുള്ളിൽ ചങ്കുറ്റം ഭാസി എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഈ ഉടുമ്പ് രുദ്രാക്ഷൻ ആരാണെന്ന് ഈ ജംഗ്ഷൻ അറിയും. അവന്റെ അമ്മായി നമ്മുടെ ചായക്കട പൊളിച്ചു കളയും ഞാൻ. എന്താ വിചാരിച്ചത്? എന്താടാ എന്താടാ റോട്ടിൽ കൂടിയാണോ സൈക്കിൾ ഓടിക്കുന്നത്? പോടാ. കമാൻ സാർ. ആരാടാ ഭാസി? എഴുന്നേക്കാൻ. ആരാടാ ഈ പാട്ടവണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണ? ഞങ്ങളാ സാറേ. ഇതിവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ജാം ആവില്ലടാ. ഈ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ എനിക്കെന്താടാ? ഓഹോ, ഒളിച്ചിരുന്ന് പബ്ലിക്കായിട്ട് കള്ളുപിടിക്കാണല്ലേ? നീയാണടാ ഭാസി? നീ എപ്പോഴാണ് മതം മാറിയത്? സാറേ. അപ്പൊ ഒറിജിനലാ? മാറിക്കടാക്കടേ. നീയാണോ? നീ പാസിയാകാൻ വഴിയില്ല. പോടാ പോടാ, വിട്ടിപ്പോടാ. സാർ എന്താ സാർ കാര്യം? എന്താണ് കാര്യമെന്ന് നീ എന്നോട് ചോദിക്കുന്നു? അത് ഈ ഉടുമ്പിനോട്. നീയാണോടാ പാസി? പാസിയിടൂ. എവിടെയാണ് അവൻ? മാറിക്കണം. I am a bad man. Catch. Come on. അറിയാതെ കാര്യം പറ. പാസി, ഞാൻ മുമ്പിരുന്ന സ്റ്റേഷനിൽ നാട് വിറപ്പിച്ചൊരു ഗുണ്ട ഉണ്ടായിരുന്നു, പന്തഞ്ചാണ്ടി. ഒരു പള്ളി പെരുന്നാളിന്റെ അന്ന് ആളറിയാതെ ഞാൻ അവനെ അങ്ങ് പൊക്കി 2 വീശിയിരുന്നു. ആര്? ഞാനേ കോടതിയിൽ ഹാജരാക്കിയപ്പോ എന്റെ കഷ്ടകാലത്തിന് ജഡ്ജി കയറി അവനെ അങ്ങ് ശിക്ഷിച്ചു. ഇപ്പൊ അവൻ ശിക്ഷ കഴിഞ്ഞിറങ്ങി. എന്നെ അവൻ ഇവിടുത്തെ സ്റ്റേഷനിൽ കയറ്റുന്നില്ല. എന്റെ സീറ്റ് അവൻ കയറിയിരിക്ക. ലോക്കപ്പിലിട്ട് അവൻ എന്റെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും കണ്ട മോശമല്ലേ? ബാസി എങ്ങനെയെങ്കിലും ഇടപെട്ട ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. ഈ നാട്ടിൽ ചാർജ് എടുക്കാൻ വന്ന ഒരു SIക്ക് ഒരു ഗുണ്ട കാരണം സ്റ്റേഷനിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് ബാസിക്കല്ലേ? ഇല്ലേ ജമാൽക്ക? ആ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ 3 ദിവസമായിട്ട് ബാസി അന്വേഷിച്ച് നടക്കുകയാണ്, മഴയത്ത് കെട്ടിയ ആടിനെ പോലെ.
ദേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എന്റെ കസേര കയറിയിരിക്കണം. എന്താ അവന്റെ പേര്? കുന്തൻ ചാണ്ടി ചന്ത പന്തൻ ചാണ്ടി. എവിടെ പോയി ഒളിച്ചു വെസേ? അറിയില്ല. അവനെ ഈ പന്തം പൊക്കും. കണക്കുകളൊന്നും നാളത്തേക്ക് മാറ്റി വെക്കണ ശീല ഈ പന്തത്തിനില്ല. എനിക്കും. താൻ ഏതാ കേസ്? ഞാൻ ബാസി. നീ ഏതാ സബ്ജക്ട്? മൂളിക്കണ്ടത്തൊരു പോലീസ് സ്റ്റേഷനും ഉണ്ട്, അവിടെ ഒരു എസ് ഉണ്ട്. ഇനി യൂണിഫോം ഇല്ലാത്ത എസ്ഐയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാനുണ്ട്. പുറമേ നാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിവരം അറിയിക്കാം. അപ്പൊ നീയാണ് ഈ നാട്ടിലെ കൺട്രോൾ കമ്മീഷൻ. അതെടാ, ഇത് കണ്ടോടാ നീ വെട്ട. ഇതിൽ നിന്റെ ചരിത്രം മനസ്സിലായി കാണുമല്ലോ. ആ അത് നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പാ. ഇത് കണ്ട, ഒരൊറ്റ വെട്ടുപോലില്ല. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ബാസിക്ക് വെട്ട് വാങ്ങിയ ശീലില്ല, വെട്ടിയ ശീലുള്ളൂ. ഡാ. ഇനി സാറ് ധൈര്യമായിട്ടാ കസേരയിലിരുന്നോ. ഇനി ഇതിലെനിക്ക് ഒരു പന്തഞ്ഞാണ്ടി വരില്ല, ഒരു കോന്തഞ്ഞാണ്ടി വരില്ല. ഉറപ്പാണോ? ബാസിയാണ് പറയണേ. എന്നോ? ഹൈ. അല്ല ഇതാര്? അറിയില്ലല്ലേ? പ്ലാച്ചിമട വാസന്തിയും പിന്നെ ഞാനും. ബാസേട്ടാ എന്നെ ഒന്ന് വിടാൻ പറ. ഒന്ന് വിട്ടേക്ക് സാറേ, ഈ പാവങ്ങൾ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ. ശരി, പോയിക്കോടി. ഇനി എന്റെ ഏരിയ കയറി പടക്കം പൊട്ടിച്ചാലുണ്ടല്ലോ നിർവീര്യമായിക്കളെ ഞാൻ. ബാസേട്ടന് ആ. കൊറേ പുണ്യം. പുണ്യം നീ കൈ വെച്ചിട്ട് നിന്റെ ഒരു ഐറ്റം ഇറക്കടി.